കേരളത്തിലെ 72 നഗരസഭാധ്യക്ഷന്മാരാണ് ബംഗളൂരു വികസന മാതൃകയെക്കുറിച്ച് പഠിക്കാനെത്തിയത്. അധ്യക്ഷന്മാരുടെ കൂട്ടായ്മയായ ചെയർമാൻസ് ചേംബറാണ് പഠനയാത്ര സംഘടിപ്പിച്ചത്. ബംഗളൂരുവിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും നഗരത്തിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്ന ഉദ്യാനങ്ങളും സംഘം സന്ദർശിച്ചു. ഇവയെല്ലാം സ്വന്തം നഗരസഭകളിലേക്ക് പകർത്തുകയാണ് പഠനയാത്രയുടെ ലക്ഷ്യം. വിവിധ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയും വിധാൻസൗധ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളൊക്കെ കാണുകയും നമ്മുടെ നഗരത്തിൻ്റെ വിവിധ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ചെയർമാൻ ചേംബർ ഒരുക്കിയിട്ടുള്ള ഈ പരിപാടിയുടെ ഒരു ഉദ്ദേശം. മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിലും ഒക്കെ സൗന്ദര്യവൽക്കരണത്തിലും ഒക്കെ മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ബാംഗ്ലൂർ എന്ന ഈ സിറ്റി. അതിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ വരാൻ സാധിച്ചതിലും എല്ലാവരെയും കാണുവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. വേസ്റ്റാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിടുന്ന വലിയൊരു കാര്യമാണ്. അത് ഏത് രീതിയിലാണോ ഇവിടെ ഈ നിയമസഭ ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യണം എന്നുള്ളതൊന്ന് പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മാക്സിമം അത് പ്രാവർത്തികമാക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. നിയമസഭയിൽ സ്പീക്കർ UT ഖാദറുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. നഗരത്തിൽ തങ്ങൾക്ക് അനുഭവപ്പെട്ട പ്രശ്നങ്ങളും നഗരവികസനത്തെക്കുറിച്ചുമൊക്കെ സ്പീക്കറോട് ചോദിച്ചും പറഞ്ഞുമായിരുന്നു കൂടിക്കാഴ്ച. It is a very good innovative idea where we have got a tour for all the other places of India, like other state also. So I am sure that you are getting together, going to different places in Karnataka, you will get more knowledge. And I think the cultural, politically, socially and intellectually we can exchange the culture between Karnataka and Kerala. 3 ദിവസത്തെ സന്ദർശനമാണ് നടത്തുന്നത്. എല്ലാ വർഷവും ചെയർമാൻസ് ചേംബറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള യാത്രകൾ സംഘടിപ്പിക്കാറുണ്ട്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.